കൂടാതെ വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും ഇനി നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ. ഇനി എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ്? നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ട്രംപ്. ഇനി അതിൻ്റെ ഉത്തരവുകൾ അടക്കം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ചില എക്സിക്യൂട്ടീവ് ഉത്തരവുകളടക്കം ഈ ട്രംപ് ഒപ്പിടും ഉടനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു മാറ്റം. കഴിഞ്ഞ തവണ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ്, അതായത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്കുള്ളൊരു കലാപവും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ഈ ട്രംപ് അധികാരം ഏറ്റെടുത്താൽ ആദ്യം തന്നെ ഈ ക്യാപിറ്റോൾ കലാപത്തിലുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് പ്രധാനമായും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ 10 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പ്രസിഡന്റിൻ്റെതായി ഉടനെ ഇറങ്ങും എന്നുള്ളതാണ്. ഏതായാലും ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അതിനുശേഷം ട്രംപിൻ്റെ അഭിസംബോധന, രാജ്യത്തെ ആദ്യ അഭിസംബോധന, പ്രസിഡന്റായുള്ള ആദ്യ അഭിസംബോധന ചടങ്ങ് നടത്തും. അതുപോലെ തന്നെ ഈ പ്രസിഡന്റായി ഒപ്പ് വെക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതുപോലെ അതിനുശേഷം പെൻസിൽവേനിയ അവന്യൂവിൽ പരേഡ് നടക്കും, കലാവിരുന്നുകൾ നടക്കും. എന്നിങ്ങനെയുള്ള പരിപാടികളാണ് ഇനി നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഉള്ളത്. ആ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. ട്രംപിന് ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ ഈ മുൻകാലത്ത് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്നുള്ളത് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാഥാസ്ഥികമായ നിലപാടുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കുടിയേറ്റ തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നടക്കം അനധികൃതമായി താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം അടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നായി ഉള്ളത്. ഏതായാലും അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ, ജെൻഡർ സ്ത്രീ പുരുഷൻ എന്നത് മാത്രം US നിയമവിധേയമാക്കുന്ന ഉത്തരവ് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ട്രാൻസ്ജെൻഡറുകൾ എന്നൊരു വിഭാഗം ഇനി ഉണ്ടാകില്ല എന്നുള്ള അത് തന്നെ നമുക്കറിയാം, യാഥാസ്ഥിതികമായ ഒരു നിലപാടിൻ്റെ ഭാഗം കൂടിയാണ്. ഇനി അമേരിക്കയിൽ ജെൻഡർ വൈസ് നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ട്രാൻസ്ജെൻഡറുകൾ എന്ന ആ ഒരു കാറ്റഗറി അത് ഒഴിവാക്കുന്ന ഒരു ഉത്തരവ് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും ട്രംപ് എന്നുള്ള കാര്യവും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥ, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ നിർബന്ധമാക്കിയ ഉത്തരവ് അത് പിൻവലിക്കും. ചൈനയുമായുള്ള വ്യാപാര ബന്ധം വിലയിരുത്തും. ഈ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്നുള്ളത്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചില ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് ഈ മെക്സിക്കോ അതിർത്തിയിലെ ഒരു മതിൽ പണിയലുണ്ട്, അത് തുടരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 100ഓളം ഉത്തരവുകളിൽ ട്രംപ് ഇന്ന് ഒപ്പിടും എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പിടും. അതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കാൻ ഒരുങ്ങുന്നു. ദൃശ്യങ്ങളിലേക്ക്. Thank you very much, everybody. Well, thank you very, very much. Vice President Vance, Speaker Johnson, Senator Thune,